നത്തല് മീൻ എപ്പെങ്കിലും നിങ്ങൾ ഇത്ര ടേസ്റ്റിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കട്ടോ. അടിപൊളിയാണ് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് നത്തല് മീൻ മുറിച്ചിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിന്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് പെരക്കി കൊടുക്കാം. അപ്പൊ ഇത് ഒരു 5 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ ഇത് കുറച്ച് സമയം കഴിഞ്ഞാല് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൊരിഞ്ഞു കഴിഞ്ഞാൽ കോരി മാറ്റാം. അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നില്ലേ, അപ്പൊ അതിന്റെ ടേസ്റ്റ് നല്ലോണം കിട്ടും. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചോറിന്റെ കൂടെ മാത്രല്ല കേട്ടാ, അല്ലാണ്ട് ദോശയായാലും ചപ്പാത്തി ആയാലും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, പൊടികളായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകെല്ലാം ഒന്ന് മാറി കഴിഞ്ഞാല് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കണ്ട കേട്ടോ.